പോവല്ലേ പോവല്ലേ പ്ലീസ്. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ടെന്നറിയോ? 700 ചില്ലറ വ്യൂസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു കേട്ടാ, ആ 700 ആൾ സബ്സ്ക്രൈബും ലൈക്കും തരികയാണെന്നുണ്ടെങ്കിലോന്ന്. എനിക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, ചെയ്യേണ്ടത് നിങ്ങളല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം. ഞാൻ പല രീതിയിലും ചിക്കൻ കറി ട്രൈ ചെയ്യാറുണ്ട്. അതിലൊരു രീതിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിന് ശേഷം ആ ഓയിൽ നല്ല ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം വലിയ ഉള്ളി സവാള നന്നായി വഴറ്റുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കുന്നു. ചെറിയുള്ളി നമ്മൾ ചിക്കൻ കറിയിൽ ചേർത്ത് ചെയ്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമാണ് അത്. നല്ല ഇതിൽ ഉള്ളിയിൽ സവാളയിൽ കിടന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ മിക്സിലെല്ലാം നമ്മൾ നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷം പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇല്ലേ, ഏലക്കായ, അതൊക്കെ അതിൽ നമുക്ക് കിട്ടുമല്ലോ, ആ പാക്കറ്റ് കിട്ടുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ചെറുതായിട്ട് വറുക്കുക. വേറൊരു ചട്ടിയിൽ വറുത്തിട്ട് പിന്നെ അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഈ ഉള്ളിയും തക്കാളിയും ഇതുമൊക്കെ നല്ല വഴന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അതിൽ കറിവേപ്പിലയും പിന്നെ അതുപോലെ മല്ലിത്തഴ, പുതിന അതൊക്കെ ഇടുക. പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുക. അത് കഴിഞ്ഞ് നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ പാകത്തിന് ഉപ്പ്. ഞാനൊരു പൊട്ട് വേറെ പാക്കറ്റ് ഗരം മസാലയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറമെ അതും കൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് നല്ലൊന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് ബ്രൗൺ ഷെയ്ഡിലായി വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ മണം. ശരിക്കും നമുക്ക് ചിക്കൻ കറി ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും, ചപ്പാത്തിയിലേക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും ഇതിലേക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി കൂടെ ഗരം മസാലയും എനിക്ക് മണം പോരാന്ന് തോന്നിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇനി ഒരുപാട് ഇതേപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബായ്. ഇനി ഞാനത് കഴിക്കട്ടെ കേട്ടോ.